വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിന് ഞാനിവിടെ 2 വലിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പച്ചമുളകും കറിവേപ്പിലയും, 1 കിലോ ചിക്കനുമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് പൊടികൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ടൈമിൽ അതിൻ്റെ അളവുകൾ പറയാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി അരിഞ്ഞതിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, ഒന്ന് വഴലാനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെയും നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ എടുത്ത പൊടികളുടെ അളവ് പറയാം കേട്ടോ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ. ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് ഇളക്കണം, ആ പൊടിയുടെ എല്ലാം പച്ചമണമൊക്കെ മാറണം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയാണ്. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. എൻ്റെ തക്കാളി അത്യാവശ്യം വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്. ഇങ്ങനെ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 2 തക്കാളി ഇടണേ. ഇനി നമുക്ക് തക്കാളി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ അതൊന്ന് അടച്ചു വെച്ചിട്ട് ആ തക്കാളി വേവുന്ന വരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. ഞാനിവിടെ തക്കാളി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. വെന്തുടഞ്ഞതിന് ശേഷം ആണ് ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി ആ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിക്കുന്നവരെ നന്നായി ഇളക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ ചാറിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടച്ചു വെച്ച് വേവിച്ച് നമുക്ക് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം ചാറാക്കും. എനിക്ക് ഓവർ ചാറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.